മക്കളെ, സന്തോഷത്തോടെ ഇരിക്കുക. ഈ ലോകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തണലിലാണ് നിങ്ങൾ നിർത്തപ്പെട്ടിരിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുക. സ്നേഹത്തോടെ ദൈവത്തിന് കൂടെ ആയിരിക്കാൻ തീരുമാനിക്കുക. നിബന്ധനകളെക്കാൾ നിയോഗങ്ങളെക്കാൾ വലുതാണ് ദൈവം. എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ സമർപ്പിതരാകുക. ദൈവം നിങ്ങളെ പ്രസാദിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവെ അതറിയാൻ പാടില്ലാത്തൊരു യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ തൊട്ട് പോകണം. വേദന എല്ലായിടത്തും വേദന ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്യരുത്, വിശ്വാസത്തിൽ ചെയ്യുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. നിങ്ങൾ കൈ ഉയർത്തുക. കർത്താവെ, കൈ ഉയർത്തപ്പെട്ട കൈകളിലേക്ക് നിന്റെ തിരുമുറിവാർന്ന് വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുരക്തത്താൽ മക്കളുടെ കൈകളെ സ്നാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കൈകളെല്ലാം എവിടെയെല്ലാം വെക്കുന്നു അവിടെയെല്ലാം ദൈവികമായ ശക്തി, രക്തസ്രാവ രോഗിയിലേക്ക് ഇറങ്ങിപ്പോയ ദൈവികമായ ശക്തി അവരിലേക്ക് ഇറങ്ങി വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ കുരിശിനെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമത്തെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓരോ ഇടങ്ങളിൽ വെക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന, കുറിച്ചപ്പെട്ടവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുവിലാലും മുറിവേറ്റവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, മുൾക്കിടം ചൂടിയവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, അങ്ങനെ മുതുകിലാണല്ലോ കർത്താവ് ശത്രുക്കളെ കർത്താവ് ഉഴുതി മറിച്ചത്. മുതുകിൽ ഉഴുതി മറിച്ചവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, ഉദ്ധാരിച്ചതിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന. മാരക രോഗങ്ങള്, തീരാവേദികള്, ഉച്ച മുതല് ഉള്ളം കലവരെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ സുഖം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ സ്തുതിച്ചാൽ മതി. ബാക്കി ഈശോ നിർവഹിക്കും. പനിനിർത്ത് ഉള്ളുകൾ പോയ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്ന സമയമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ കുളിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. കർത്താവ് മരുന്നും ലേപനം അല്ല, അങ്ങനെ വചനമാണ്. അങ്ങനെ മക്കൾ സുഖപ്പെടുന്നു. വചനത്തിന് കർത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന. കർത്താവെ, നീ സ്പർശിക്കണം. അടിപ്പിടർ പോലെ, വൈദാഘാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് പിൻകടത്തിലെ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, കർത്താവ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് വെള്ളപ്പാണ്ട് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പാതി രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, പീസോഡ് രോഗങ്ങൾ, രക്തസ്രാവ രോഗങ്ങൾ, അരസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ മക്കളെ, ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വളരെ വല്ലാതെ ഇങ്ങനെ വ്യസനിക്കായിരുന്നു. ഞാൻ വ്യസനിച്ച കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞത്, നാട്ടിലെ പഴയ പട്ടിണിയൊക്കെ തിരിച്ചു വരുന്നുണ്ടോ? ചില കുടുംബങ്ങളിലൊക്കെ വളരെ ജോലിയില്ല, ജോലിക്ക് പോകാൻ ആളില്ല, അവരെ തിരക്കാൻ ആളില്ല, അവർക്ക് ചോദിക്കാൻ അഭിമാനമുള്ളതുകൊണ്ട് ചോദിക്കുന്നില്ല, സങ്കടപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് ഈശോ പറഞ്ഞത്. അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ ഞാൻ ഓർക്കുകയാണ്. അൾത്താരയിൽ പഴയ കാലം ഒരിക്കലും തിരിച്ചു വരില്ലേ എന്ന് പ്രാർത്ഥിക്കണം. മക്കളെ, നിങ്ങൾ ഒത്തിരി പേര് നല്ലവരോ ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതുപോലെയാണ് കേരളം മുഴുവൻ ജീവിക്കണം നിങ്ങൾ കരുതരുത്. പലതരത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഉടമ്പടി എടുത്തവരെ എല്ലാവരുടെയും സങ്കടങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം കർത്താവിൻ്റെ പണിയാളായിക്കൊണ്ട്, പ്രേക്ഷിതയായിക്കൊണ്ട് അവരെല്ലാം സഹായിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, നീ എന്നെ ബലപ്പെടുത്തണമേ, സാമ്പത്തികമായി ബലപ്പെടുത്തണമേ, ആരോഗ്യമായി ബലപ്പെടുത്തണമേ. നിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രുതിക്കട്ടെ. എന്ന് പ്രാർത്ഥിക്കട്ടെ. ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പ്രേക്ഷിത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി, അവരെ കൂടെ അവരുടെ കാര്യം കൂടെ അന്വേഷിക്കാൻ വേണ്ടി
പ്രേക്ഷിത ഗുണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ഉദ്ധാനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ, നിങ്ങൾ ശക്തിപ്പെടട്ടെ, നിങ്ങൾ ബലപ്പെടുത്തട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, PCOD രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ ജോലിയില്ലാത്തവര്, വിദേശ നാടുകളിൽ കുടുങ്ങിപ്പോയവർ, ജയിലിലായി പോയവർ, കേസ് അകപ്പെട്ടു പോയവർ, വിസ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നവർ, കാശ് ഏജൻസി കൊടുത്ത് കിട്ടാതിരിക്കുന്നവർ, പോകാൻ പറ്റാതെ വന്നിരിക്കുന്നവർ, കടം കയറി മുടിയുന്നവർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, വെളിച്ചം പോലും കിട്ടാത്തവർ, വിവാഹത്തിൽ പിരിയാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കോടതി കേസ് കിടക്കുന്നവർ, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകാതെ ഇരിക്കാൻ നിവർത്തി വിവാഹമില്ലാതെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വളരെ സംഘർഷങ്ങളോടുകൂടെ സാമ്പത്തിക തകർച്ചയോടുകൂടി ജോലിയില്ലാതെയൊക്കെ ജീവിക്കുന്നവരെ, വിഷമിച്ച് ജീവിക്കുന്നവരെ, നാട്ടിൽ അവരുടെ വീട്ടുകാർ അതിനേക്കാൾ വരെ വേദനയിലേക്ക് താഴിയുന്നവർ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ അറ്റുപോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മരവിച്ചു പോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിലില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മുട്ടനിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആശീർവാദം വാങ്ങിക്കാം. മുട്ടനിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലബിനെ പോലെ പൂർണ്ണമായി നിന്നെ അനുഗമിക്കുവാൻ, തിരിച്ചു പോകാത്ത സ്നേഹത്താൽ, പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും
ഈ ആരാധനയിലൂടെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക്